സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ വലിയ പ്രയാസം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാരും വിചാരിച്ചിരിക്കുന്നത് കുറച്ച് 100ന്റെ നോട്ട് 50ന്റെ നോട്ട് ബാങ്കിൽ പോയിട്ട് മേടിച്ചോണ്ട് വന്ന് പെണ്ണുമ്പിള്ള എടുത്ത് കൊടുത്തിരിക്കുക, വരുന്നവർക്ക് 50 50 50. അങ്ങനെ കൊടുക്കരുത് പെങ്ങളെ, അത് സക്കാത്തല്ല. എന്റെ വാപ്പമാര് മനസ്സിലാക്കേണ്ട കാര്യം, സക്കാത്ത് അതിന് അർഹതപ്പെട്ടവർക്ക് വേണം കൊടുക്കാൻ. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് നോക്കിയേ, നിങ്ങൾ ആരെങ്കിലും സക്കാത്തിന്റെ പൈസ കൊണ്ടുവന്ന് എനിക്ക് തന്ന നിങ്ങളുടെ സക്കാത്ത് വീടുവോ? എടോ, എന്റെ കയ്യിൽ നിങ്ങൾ ആരെങ്കിലും സക്കാത്തിന്റെ പൈസ കൊണ്ട് തന്നാൽ ഞാൻ പറയും നിങ്ങളുടെ സക്കാത്ത് വീടൂല. എന്തുകൊണ്ട്? സിറാജ് സക്കാത്തിന് അർഹനല്ല. തിന്നാനും കുടിക്കാനും എനിക്കില്ല, ധരിക്കാനില്ല, എനിക്കെന്ത് സക്കാത്ത്? സക്കാത്ത് അതിന്റെ അർഹതപ്പെട്ടവർക്ക് വേണം കൊടുക്കാൻ. 10 ലക്ഷം രൂപ ഒരു വർഷക്കാലമായി നിന്റെ കയ്യിലുണ്ടെങ്കിൽ 25,000 രൂപ പാവപ്പെട്ടവന്റെയും 9,70,75,000 രൂപ നിന്റെതും. 9,70,75,000 രൂപ നിന്റത്. 25,000 അത് ഔദാര്യമൊന്നുമല്ല. വല്ല വീടിന്റെ മുമ്പിൽ വരുന്നവൻ ഇങ്ങനെ കൊടുക്കാനുള്ള നക്കാപ്പിച്ചയല്ല. അതിന്റെ അവകാശിയെ കണ്ടെത്തി നീ കൊണ്ടുപോയി കൊടുക്കണം. നീ എന്ത് ചെയ്യും? എന്റെ കൂടപ്പുറപ്പിന് കടമുണ്ട്, അവന് കൊടുത്തേക്കാം. കൂടപ്പുറപ്പിന് 1 സെന്റ് വിറ്റാ കടം വിട്ടാലോ, അല്ലേ? ഇങ്ങനെ അതാ ചിന്തിക്കേണ്ടത്. ആർക്കെങ്കിലും കൊടുത്ത സക്കാത്ത് കൊടുക്കേണ്ടവർ ആരാധന അർഹതപ്പെട്ടവരുണ്ട്, അവർക്ക് കൊടുക്കണം. എങ്കിലേ സക്കാത്ത് വീടൂ. അല്ലാതെ അവിടെ ഇവിടെയും കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യും? ആ 25,000 കൂടെ പോക്കറ്റിൽ വെക്കാൻ നോക്കും. അപ്പൊ അള്ള തരുന്ന ശിക്ഷ എന്താ?